ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ വിശദീകരിക്കുന്നതനുസരിച്ച് ഈ DNA പരിശോധന വേണം. റിസൾട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ അടുത്ത 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ MP ഒക്കെ ഇടപെട്ടില്ലെങ്കിൽ ഈ പറയുന്ന വീണ്ടും കാലതാമസം ഉണ്ടാകും, 1-2 ദിവസം കൂടി വേണ്ടിവരും എന്നാണ് കളക്ടറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകണം എന്ന് തോന്നുന്നു. വിജയകുമാർ, ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ണാടിക്കലിൽ അർജുൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അർജുൻ്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അയൽവാസികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ശിരൂരിൽ നിന്ന് ജിതിൻ നൽകുന്ന വിവരമനുസരിച്ച്, അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് നൽകുന്ന വിവരമനുസരിച്ച് DNA പരിശോധനയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായി അതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ മിക്കവാറും DNA പരിശോധന ആവശ്യമായി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ഒരു അസ്ഥി കണ്ടെടുത്ത സമയത്ത് ഇവിടെ നിന്നൊരു സാമ്പിൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണെങ്കിൽ DNA പരിശോധനയുടെ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ 72 മണിക്കൂർ എന്നൊക്കെ സാധാരണ നിലയിൽ എടുക്കുന്നത് അത്രയും മണിക്കൂറുകൾ നീണ്ട ഒരു നടപടി ആയിരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ക്രോസ് മാച്ചിങ് മതിയാകും. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി വേഗത്തിൽ ഈ മൃതദേഹം വിട്ടുകൊടുക്കാൻ കഴിയും ബന്ധുക്കൾക്ക് എന്നുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിജയകുമാർ, ഈ DNA പരിശോധനയുടെ കാര്യത്തിൽ വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MK രാഘവൻ MP-യുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തെ ആ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് DNA പരിശോധന എന്നത് നിയമപരമായ ഒരു നടപടിക്രമം എന്നതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ളതാണ്. കാരണം 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അതായത് അർജുൻ അടക്കം 3 പേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും തിരച്ചിലുമായിരുന്നു നടന്നത്. ഇപ്പോൾ അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നു, പക്ഷേ മറ്റ് 2 പേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭാവിയിൽ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ, മറ്റ് ആശയക്കുഴപ്പമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ടോ ഉണ്ടാകാതിരിക്കാൻ DNA പരിശോധന നടത്തി അത് സ്ഥിരീകരിക്കുക എന്നതിലേക്ക് ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റ് നിയമപരമായ കുരുക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ഇത് മറ്റൊരു സംസ്ഥാനത്തായതുകൊണ്ട് സ്വാഭാവികമായും അത്തരം ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിരിക്കും ആ ഗവൺമെൻറ്റും ശ്രമിക്കുക. അപ്പോൾ DNA പരിശോധന എന്നത് ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നടപടിയായി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ DNA പരിശോധന സാധാരണ നിലയിൽ എടുക്കുന്നത് പോലെ 3 ദിവസത്തെ അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കില്ല എന്നുമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. ജിതിൻ അവസാനമായി, അതായത് ഏറ്റവും ഒടുവിൽ ജിതിൻ്റെ ഒരു കോൾ വന്നപ്പോഴും ആശുപത്രിയിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ജിതിനെ ബന്ധപ്പെടാൻ ഈ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ മൃതദേഹം കൊണ്ടുവരിക, അതിൻ്റെ അതിൻ്റെ ചടങ്ങുകൾക്കും ഒക്കെ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതായാലും ഇവിടെ നടക്കുകയാണ്. വീട്ടിൽ അതിന് വേണ്ടിയിട്ട് താർപ്പായ കെട്ടുന്നു. അതുപോലെ തന്നെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഈ വിവരമറിഞ്ഞ് പല അടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ എപ്പോഴാണ് അർജുൻ്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടില്ല. നമുക്ക് ഇവിടെയുള്ള ആളുകൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി ചോദിക്കാം. ചേട്ടാ, ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്തുള്ളതാണോ? എന്തെങ്കിലും എപ്പോഴാണ് കൊണ്ടുവരുന്നത്, എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ട്? ഇല്ല, അതിനെ ബന്ധപ്പെട്ടിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ജിതിൻ പറഞ്ഞ അറിവെന്നെ ഉള്ളൂ. ജിതിൻ എന്താണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന കോൾ? മിസ്സിംഗ് കേസ് ഉള്ളത് കൊണ്ട് 3 ആൾ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് DNA പരിശോധന വേണം. അതുകൊണ്ട് കാർവാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അതാണ് അറിവ്. കാർവാറിലേക്ക് ഇപ്പോൾ ജിതിൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടല്ലേ? ജിതിൻ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ DNA പരിശോധന ഒഴിവാക്കാൻ എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ നമ്മുടെ ഭാഗത്ത് നിന്ന്? അതായത് വേഗം വിട്ടുകിട്ടാൻ സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണല്ലോ, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വേണമെന്നാണ് പറഞ്ഞത്. മിസ്സിംഗ് കേസ് ഉള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും വേണമെന്നാണ് അവിടുത്തെ സർക്കാർ പറയുന്നത്. കാരണം അവിടെയുള്ള കർണാടകയിലുള്ള 2 ആൾക്കാർ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് DNA വേണമെന്നാണ് അവിടുത്തെ സർക്കാർ പറയുന്നത്. ഇതിന് എപ്പോഴായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുക? ഏകദേശം അങ്ങനെ എന്തെങ്കിലും ഒരു രൂപമുണ്ടോ? അതൊന്നും ഇനി പറഞ്ഞിട്ടില്ല. എന്താണെന്നുള്ള അറിയില്ല. നാളെ അറിയുള്ളൂ, നാളെ രാവിലെ അറിയുള്ളൂ. ഇവിടെ അടുത്താണോ? അയൽവാസിയാണ്? നമ്മൾ സുഹൃത്താണ്, കൂടെ വർക്ക് ചെയ്താണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വർക്ക് ചെയ്ത ആളാണ് അർജുൻ. DYFിൻ്റെ പ്രവർത്തകനെയാണ്. ഇത് DF-ൻ്റെ പ്രവർത്തകനാണ്. ഞങ്ങളെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്.
വിജയകുമാർ, അപ്പോഴും അർജുൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, അയൽവാസികളൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള വിവരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിതിൻ അവസാനം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. DNA പരിശോധന വേണ്ടിവരും എന്ന വിവരമാണ് ജിതിൻ അവസാനമായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ജിതിൻ അവിടെയുള്ളത് കാർവാർ ആശുപത്രിയിലാണ്. അപ്പോൾ അവിടെ നിന്നും ഒരുപക്ഷെ സർക്കാർ വിചാരിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ DNA പരിശോധനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇളവ് സാധ്യമാകുമോ എന്നറിയുള്ളൂ. ഏതായാലും ഈ വീട്ടിനകത്ത് ഇപ്പോൾ ഉള്ളത് അർജുൻ്റെ മാതാപിതാക്കൾ, അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ, അർജുൻ്റെ 2.5 വയസ്സുള്ള മകൻ അയൻ, അർജുൻ്റെ സഹോദരിമാരായിട്ടുള്ള അഭിരാമിയും അഞ്ജുവും, ഇത്രയും പേരാണ് ഇപ്പോൾ ഈ വീട്ടിനകത്തുള്ളത്. അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വീട്ടിൽ വന്ന് അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനുമായി അകത്തെ മുറികളിലുണ്ട്. ഞാൻ നേരത്തെ അർജുൻ്റെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ വിജയകുമാർ, അവർ തീരെ അവശ നിലയിലാണ്. അവർ നമ്മളോട് സംസാരിക്കാനൊന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല, ശാരീരികാവസ്ഥയിലുമല്ല. അതുകൊണ്ട് തന്നെ ക്യാമറ എല്ലാം മാറ്റിവെച്ചാണ് ഞാൻ അകത്ത് പോയി അവരെ കാണാൻ ശ്രമിച്ചത്. പക്ഷേ അവരകത്ത് മുറിയിൽ തീരെ അവശതയിൽ കിടക്കുകയായതുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ബന്ധുക്കളെ ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അവരും ഈ കാര്യത്തിൽ, അതായത് കർണാടക സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും വിജയകുമാർ, ഇവിടെ കണ്ണാടിക്കലെ വീട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബം എന്നതാണ്.